കാരണം അത്തരത്തിലുള്ള പടങ്ങൾക്കൊരു അനുകൂല കാലാവസ്ഥയും കൂടെ ആയിരുന്നു ആ സമയത്ത്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഉൾച്ചേരുന്ന പടങ്ങളൊക്കെ അന്ന് കൂടുതൽ വന്നുകൊണ്ടിരുന്നു. ഇത്തരം പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ലെജൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമതൊരു തോട്ടില്ലാതെ തന്നെ നമുക്ക് പോയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു പ്രോസസ്സ്, കഥ കേൾക്കുന്ന പ്രോസസ്സൊക്കെ? ഇന്ന് കുറച്ചുകൂടെയൊക്കെ നമ്മൾ കേട്ടു നോക്കില്ലേ, അന്ന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് റഹ്മാൻ? ഇല്ല, അന്ന് പിന്നെ നമുക്ക് അങ്ങനെ അത്ര സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു കഥ കേൾക്കാനോ സ്ക്രിപ്റ്റ് വായിക്കാനൊക്കെ. അഫ്കോഴ്സ് കഥ പറയും, അതൊരു ചെറിയൊരു ഒരു 10 ലൈനിൽ ഇങ്ങനെ പറയും. അന്നൊക്കെ നമ്മളൊരു ഡയറക്ടറിനെ വിശ്വസിച്ചിട്ടാണ് കയറുന്നത്. ഇപ്പം ഭരതേട്ടനെ പോലെ അല്ലെങ്കിൽ പപ്പേട്ടനെ പോലെ പത്മനാഭ സാറെ പോലെ അല്ലെങ്കിൽ ഐ വി ശശി ഇവരൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഓടിയെത്തും അവിടെ സിനിമ ചെയ്യാൻ വേണ്ടി. പിന്നെ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ഒരു ഫോൺ, മറ്റേ ഫോണാണല്ലോ ലാൻഡ് ഫോണിൽ വിളിക്കുക, ഇതാണ് കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്തും. പക്ഷെ ഇന്നത്തെ പോലെ ഈ ഓരോ കഥയ്ക്കും ഇത് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രീൻ പ്ലേ വായിച്ച് ഇതൊക്കെ വായിച്ചതിന് ശേഷമാണ് തീരുമാനം. അന്ന് അങ്ങനെയല്ലായിരുന്നു. പിന്നെ അന്നത്തെ സിനിമകൾ ഈ വൺ മാൻ ഷോ കളികളൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാനും മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എത്രയോ പടങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ക്യാരക്ടർ ചെയ്തങ്ങ് പോകും. ഇപ്പൊ കണ്ട് അറിഞ്ഞു അതിൽ എത്ര നമ്മള് ഒരിക്കലും അത് ഭയങ്കര വിജയമായിരുന്നു ആ സിനിമ. അത് ഒരു 3 പേര് 3 ക്യാരക്ടേഴ്സല്ലേ ചെയ്യുന്നത്. അതിൽ അവിടെ ഇയാൾക്ക് കൂടിപ്പോയും എനിക്ക് ഫൈറ്റില്ല എന്നൊന്നും ഇല്ല. പിന്നെ അന്നത്തെ സിനിമകൾ അങ്ങനെയായിരുന്നു, കഥകൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോ വൺ മാൻ ഷോ കളികളാണ് അധികം വരുന്നത്. ഈ പടത്തിൽ വൺ മാൻ ഷോ കളിയല്ല. ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരും അല്ല, ഞങ്ങൾ 5 പേരും അല്ല. ഇതിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം ബാഡ് ബോയ്സ് ആണ്. ഈ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ കുറിച്ച് പറയുമ്പോൾ കാണാൻ ആഗ്രഹമില്ലാത്തൊരു പടമാണ് പത്മനാഭൻ സാറിന്റെ 3-ാം പക്കം. രണ്ടാമതൊരു വട്ടം കൂടി കാണാൻ ഭയങ്കര പാടാണത്. അതെ, ഞാനൊരു രണ്ടാമതൊരു വട്ടം കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആ പടത്തിന്റെ ഫീല് ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. അതിന്റെ ഏതെങ്കിലുമൊക്കെ സീന് ടെലിവിഷനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണോ പടം ഫുള്ള് കണ്ടത് ആ ഫീലാണ് ആ ഒറ്റ സീൻ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതൊരു വലിയൊരു മാർക്കബിൾ പടമല്ലേ? അതിനെക്കുറിച്ച് ഓർക്കാമോ? അതൊരു മൈൽ സ്റ്റോൺ സിനിമയല്ലേ. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ. പക്ഷെ അതിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ എലാബറേറ്റ് ആയിട്ട് പറയണം. ഒരുപാട് ലൈഫ് എൻഡേഞ്ചർമെന്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കടലിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ സെറ്റ് ഇട്ട് കാര്യം, ആ സെറ്റ് പിറ്റേ ഒടഞ്ഞു പോയി കടലിലെ തിര കാരണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സെന്തിൽ, ശരിക്കും ഇതിലെ ക്യാരക്ടർ എന്താ? സെന്തിലിന്റെ ക്യാരക്ടർ എന്താ? കൂട്ടത്തിലുള്ള ബാഡ് ബോയ്സ് ഞങ്ങള് 4 പേരാണ് പ്രധാനപ്പെട്ട ബാഡ് ബോയ്സ്. ഞങ്ങളുടെ ശരിക്കും ഇതും ക്ലാസ്സിന്റെ ക്ലാസ് അല്ല, ക്ലാസ്. ഞങ്ങള് കുട്ടിക്കാലം മുതലേ ആൻഡപ്പേട്ടന്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. ഇതാണ് ആൻഡപ്പേട്ടൻ. ഞങ്ങള് 4 പേര് ആണ് പ്രധാനപ്പെട്ട ബാഡ് ബോയ്സ്. അത് ആൻഡപ്പൻ, ചക്കര, സിൻഡപ്പൻ എന്ന് പറഞ്ഞാൽ ബിബിൻ ജോർജ് ചെയ്യുന്ന ക്യാരക്ടർ. എന്റേത് അലോഷൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എന്റെയാണ് എനിക്ക് തോന്നുന്നത് ഈ 4 പേരില് ഏറ്റവും അലമ്പനായിട്ടുള്ള ബാഡ് ബോയ്. ഏറ്റവും ബാഡ് ബോയ്. അതെ, എന്തെവിടെ പറയണമെന്ന് അറിയാണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു എന്താ പറയാ, വളരെ താന്തോന്നിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ ആൻഡപ്പേട്ടന്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കലിപ്പ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒമർ ലുലു സിനിമകൾക്ക് സത്യത്തിൽ കോമഡിയെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ റഹ്മാൻ സാറിനെ പോലെ വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്തു വന്ന ഒരാൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ കഥകൾ കേൾക്കുമ്പം ഇഷ്ടപ്പെട്ടു ഒക്കെയാണ്. പക്ഷെ എന്നാൽ ഇതിലേക്ക് ഈ ക്യാരക്ടറായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ ബോഡി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഓഡിയൻസിന്റെ മൈൻഡിലുള്ളത്, അതിനെങ്ങനെ ഒടിച്ച് ഞാൻ ഈ ക്യാരക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഉറപ്പും ഒരു ബിലീഫ് വിശ്വാസം തന്നത് ഒമർ ആണ്. ഒമർ പറഞ്ഞു നമുക്കിത് ചെയ്യാം, നമുക്ക് നോക്കാം, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഷീലയുടെ ഹസ്ബൻഡ് പുള്ളിയും പറഞ്ഞു നമുക്കിത് ഗംഭീരമാക്കാം, ഓണത്തിന് റിലീസ് ചെയ്യാം, നല്ലൊരു സിനിമയായിരിക്കും ഇത്, കോമഡിയും ഹ്യൂമറൊക്കെ. പിന്നെ എൻ്റെ കരിയറിൽ ഞാൻ ഇങ്ങനെ ഒരു ജോണർ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. സോ എനിക്കിത് ഡബിൾ ചാലഞ്ചാണ്. ഒരിക്കലെങ്കിലും എനിക്കിത് എല്ലാം കൊണ്ടും ഡിഫറെന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരെയും ചൂണ്ടിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ വെറുതെ വിട്ടു. കോമഡി ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. സീരിയസ് കഥാപാത്രങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇത് അത്ര എളുപ്പമല്ല. എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ അമ്പിളിച്ചാറ്റിനോ ഇന്നസെന്റ് സാറൊക്കെ ഇവരെൻ്റെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഒക്കെ അവരുടെ ടൈമിങ്, അവരുടെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അന്തമിട്ട് നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇവരത് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഫേസ് സീരിയസ് ആയിരിക്കും, പക്ഷെ നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ചിരിക്കും, ഭയങ്കര തമാശ ആയിരിക്കും. പക്ഷെ ആ ടൈമിങ്ങിലാണ് ഇരിക്കുന്നത് എല്ലാ കാര്യവും. കോമഡി, ഹ്യൂമർ എന്ന് പറയുന്ന സംഭവം. സോ ഇതൊക്കെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട്. സോ അതൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ
എൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക ഒരു കോമഡിയൻ ഉണ്ട്. അത് ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ ഈ കാണുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാൻ അല്ല ഞാൻ ഇവരുടെ കൂടെ ടോട്ടലി ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ. സോ അത് എനിക്ക് ചെറിയൊരു ഹെൽപ്പായിരുന്നു തമാശകളൊക്കെ പറയാൻ. ആൻഡ് യാ സോ അങ്ങനെയാണ് എനിക്കൊരു ഭയങ്കര വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യൂണിഫോം എടുത്ത് മാറ്റി വെക്കുന്നതല്ല ഇത്. ഇത് ഫിസിക്കലി ഞാൻ മാറണം, പിന്നെ മെന്റലി ഞാൻ മാറണം, പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നുണ്ട് അതിലേക്ക് ഞാൻ പോകണം. അത് എത്ര നമുക്ക് നാച്ചുറൽ ആക്കാൻ പറ്റുന്നു ആക്കണം. കാരണം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സോ അതൊക്കെ അത് ആരും അറിയാത്ത രീതിയിൽ അങ്ങ് കൊണ്ടുപോകണം. ഒരു എനിക്ക് പറയാം ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലെജൻസിന്റെ ഒക്കെ സിനിമയുടെ ഭാഗമാകുമ്പോഴും ഒടുവിൽ രാജമാണിക്യത്തിന്റെയും ഭാഗമായിരുന്നു. അത് അത്തരത്തിലൊരു കോമഡി ജനറേറ്റ് ചെയ്ത് ഭയങ്കര രസമുള്ള സിനിമയാണ്. അത് മമ്മൂക്ക മാത്രമാണ് കുറച്ച് ഹ്യൂമർ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും അല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആ സിറ്റുവേഷനാണ് കോമഡി ഉണ്ടായത്. ഈ കുറച്ച് കാലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. തമിഴിലും തെലുങ്കിലും ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ മലയാളത്തിന് അധികം കിട്ടാറില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടെങ്കിലും ബ്ലാക്കിൽ തിരിച്ചു വന്നപ്പോൾ അത്തരം ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ ഈ ഒരു വേറൊരു പവർഫുൾ ക്യാരക്ടറിനെ ഇങ്ങനെ കിട്ടില്ലേ. ട്രാഫിക്കിൽ വന്നിട്ട് അങ്ങനെ ഒരു സ്പേസിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴൊക്കെ രസമില്ലേ. ആ പടങ്ങളൊക്കെ ശരിക്കും മലയാളത്തിൽ വീണ്ടും ഒരു റഹ്മാൻ ആ പടത്തിലൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ ക്യാരക്ടേഴ്സ് വിജയിക്കാൻ കാരണം ഞാൻ എനിക്ക് തന്ന സ്പേസ് ഡയറക്ടേഴ്സോ ഇത് ആ സ്ക്രിപ്റ്റ് സ്റ്റോറി വായിക്കുക ഞാൻ എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എനിക്ക് വർക്കൗട്ട് ആവോ ഇല്ല എന്നുള്ളത്. ഇത്രയും ചെറുതാണെങ്കിലും ഞാനത് നോക്കും, പഠിക്കും, എന്നിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ മലയാളത്തിൽ ലെജൻസ് ഇങ്ങനെ തൂവോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരല്പം ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പുറത്തേക്കൊക്കെ പോകുന്നത്. 90-കൾ ഏർലി 90-കളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് തുടർന്നില്ല. അതെന്തായിരുന്നു അങ്ങോട്ട് ഇവിടെ മലയാളത്തിൽ? ഞാനൊരു തമിഴ് പടം ചെയ്യാൻ പോയതാണ്. ഒരുപാട് കമ്പൾഷന് ശേഷം എനിക്കതിന് മുന്നേ 1-2 ഓഫറുകൾ വന്നിട്ടും എനിക്ക് ഭാഷാ പ്രശ്നം മറ്റു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയുണ്ട്. പിന്നെ സമയത്താണ് സാജൻ, പ്രൊഡ്യൂസർ സാജൻ, ലൂസിയ ഫിലിംസ്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇപ്പോൾ ഇല്ല, അവർ എന്നെ കൊണ്ട് ഒരു പടം ചെയ്യാൻ വേണ്ടി. കാരണം ലൂസിയ ഈ സാജന് 1-2 സിനിമകൾ മലയാളം ചെയ്യാൻ ഇരുന്ന സിനിമകൾക്കൊക്കെ അഡ്വാൻസ് തന്നിട്ട് ഞാൻ പടം ചെയ്തിട്ടില്ല. കാരണം ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു തമിഴ് പടം എൻ്റെ കൂടെ ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോയത്. ആ പടത്തിൽ നദിയ മൊയ്തു ആൻഡ് ഫാസിലായിരുന്നു ഡയറക്ടർ. എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഫാസിൽ മാറി. പിന്നെ S.A. ചന്ദ്രശേഖർ. ആ പടം വിജയിച്ചു. പിന്നെ സ്വാഭാവികമായിട്ട് നാച്ചുറലി സിനിമകൾ ഇങ്ങനെ വരും. പിന്നെ എനിക്ക് അവിടുത്തെ കംഫേർട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് അവിടുത്തെ പാറ്റേൺ ഓഫ് മേക്കിംഗ് മൂവീസ്. പിന്നെ അവിടെ ബിസിയായി തിരക്കായി. പിന്നെ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ആയി. കാരണം പിന്നെ അവരുടെ എന്താ പറയുക ഷെഡ്യൂളിങ്, പ്ലാനിങ്. ഇപ്പോൾ ഓരോ പടം എന്നെ ഒരു 6 മാസത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പായിരിക്കും ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നത്, അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫുള്ളാണ്, ഫുൾ ഇയർ സെക്കൻഡ് ഇയർ. മലയാളത്തിൽ പറയുമ്പോൾ അടുത്ത ആഴ്ചക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കായിരിക്കും എനിക്ക് ഡേറ്റ് ആവശ്യപ്പെടുന്നത്. സോ അതെനിക്ക് കൊടുക്കാൻ പറ്റാണ്ട് ഒരു ഘട്ടമായിരുന്നു. പിന്നെ അങ്ങനെ മറന്നു. പിന്നെ എന്താ കാലം മാറി, ന്യൂ ജനറേഷൻ വന്നു. അന്നുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നിന്ന് വലിയ ഡയറക്ടേഴ്സായി മാറി. സോ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫേസ് വന്നു.